സൺഡേ നമ്മള് ദുബായ് ടെമ്പിളിൽ പോവാണ്. ദുബായ് ടെമ്പിള് ജബലലി. അപ്പൊ ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത് ADCB കരാമയിലാണ്. ഇവിടുന്ന് ഒരു 30 മിനിറ്റ്സ് ട്രാവൽ ഉണ്ട് ദുബായ് ടെമ്പിളിലോട്ട്. ഇപ്പൊ ഓൾമോസ്റ്റ് നമ്മൾ എത്താറായിക്കൊണ്ടിരിക്കുന്നു. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ദുബായ് ടെമ്പിളിലെ വിശേഷങ്ങളും ഞങ്ങള് ആ പോകുന്ന യാത്രയും ഒക്കെ ആയിരിക്കും കാണാൻ പോകുന്നത്. ദുബായ് ടെമ്പിള് എനിക്ക് തോന്നുന്നു അവിടെ കുറെ പ്രതിഷ്ഠകളുണ്ട് അല്ലെ. നമ്മുടെ നാട്ടിലെ അമ്പലം പോലെ ആയിരിക്കില്ല. എങ്ങനെയാണെന്ന് ഞങ്ങൾക്കും അറിയില്ല, കാരണം ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ടൈം ആണ്. സോ എന്തൊക്കെയാണ് അവിടെ ഉള്ളത് എന്നൊക്കെ നമുക്ക് കാണാം. ഇപ്പോ സമയം ഒരു 4:50 ആയി. അപ്പോൾ നല്ല വെയിലുണ്ട്. ഈ ടൈമില് നല്ല വെയിലുണ്ട്. ബട്ട് ട്രാഫിക് കമ്പാരിറ്റീവ്ലി കുറവാണ് ഈ ടൈമില്. ദുബായ് ടെമ്പിള് ഇതിനു മുമ്പ് ബർദുബായിലായിരുന്നു. അവിടുന്ന് ജബലലിയിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് അതിന് മാറ്റിയിട്ട് കുറച്ച് നാളായതേ ഉള്ളൂ. അപ്പം ഞങ്ങള് കഴിഞ്ഞ വീക്ക് ഞങ്ങൾ ബർദുബായിലെ ടെമ്പിളിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മുടെ കൃഷ്ണന്റെ ആണ് പ്രതിഷ്ഠ ഉള്ളത്. ബാക്കി എല്ലാം ജബലലിയിലോട്ട് മാറ്റി എന്നാണ് അറിഞ്ഞത്. അപ്പൊ നമുക്ക് നോക്കാം ബാക്കി അവിടെ ഇനി എന്തൊക്കെയാണ് കാണാനുള്ളത്, അവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. നമ്മളിപ്പോ ഏകദേശം എത്തി. നമുക്ക് അവിടെ കാണാം, ഫ്ലാഗ് കാണാം. ഈ ലെഫ്റ്റ് സൈഡിൽ കോർണറിൽ നമുക്ക് ഫ്ലാഗ് കാണാം. പക്ഷെ പണി ചെറുതായിട്ടൊന്ന് പാളി. സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. പാർക്കിംഗ് എല്ലാം റോഡ് സൈഡിലും ഇവിടെ എല്ലാം ഫുള്ള് വണ്ടിയുണ്ട്. അകത്ത് നല്ല തിരക്കാണെന്നാണ് തോന്നുന്നത്. നമുക്ക് ലെഫ്റ്റില് നമുക്ക് കാണാം, ഫ്ലാഗ് കാണാം. നമുക്ക് കാണാം അകത്ത് എന്തൊക്കെയായിരിക്കും. അപ്പൊ നമ്മള് വണ്ടി പാർക്ക് ചെയ്തു. വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മള് ഇവിടെ ഫ്രണ്ടില് ഇവിടെ എത്തി. ഇവിടെ എത്തിയിട്ട് ഞാൻ ബാക്കി കാണിച്ചു തരാം. അപ്പൊ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മള് വന്നപ്പോ ലെഫ്റ്റ് സൈഡില് ചർച്ചാണ്, റൈറ്റ് സൈഡില് എന്താണ് ഗുരുദ്വാര. റൈറ്റ് സൈഡില് ഗുരുദ്വാരയാണ്. സോ നമുക്ക് കുറെ സിഖുകാരെയൊക്കെ കാണാൻ പറ്റും ഇവിടെ. ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ എല്ലാ ആളുകൾക്കും, നമ്മൾ പറയുമല്ലോ നാനാ മതസ്ഥർക്കും ഇവിടെ വരാൻ പറ്റും. കാരണം ചർച്ചുണ്ട്, ഹിന്ദു പ്രകാരമുള്ള ദൈവങ്ങളുണ്ട്, അവരുടെ വർഷിപ്പുണ്ട്, പിന്നെ ഗുരുദ്വാരയുണ്ട്, പിന്നെ അകത്ത് വേറെ എന്തൊക്കെയുണ്ട് നമുക്ക് കാണാം. ഇത്രയാണ് ഇപ്പൊ ബേസിക് നമുക്ക് മനസ്സിലായത്. ഇതാണ് മെയിൻ എൻട്രൻസ്. മെയിൻ എൻട്രൻസിലൂടെ നമ്മൾ അകത്തേക്ക് ചെന്നു. അകത്തേക്ക് ചെന്നതിന് ശേഷം ഒരു ബാരിക്കേഷൻ വെച്ചിട്ടുണ്ട് നമുക്ക് പ്രെയർ ഹാളിലോട്ടുള്ള വഴി കാണിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളിവിടെ വരുമ്പോൾ സ്ലീവ്ലെസ് തരത്തിലുള്ള ഡ്രസ്സൊന്നും ഇടാൻ പാടില്ലായിരുന്നു. ഞങ്ങൾ ആദ്യമായിട്ട് വന്നുകൊണ്ട് ഞങ്ങൾക്ക് അത് അറിയില്ലായിരുന്നു. അപ്പോൾ എനിക്ക് അവിടുന്ന് സെക്യൂരിറ്റി ഒരു ഷോൾ തന്നിട്ടുണ്ടായിരുന്നു സ്ലീവ് ഏരിയ കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിട്ടതിന് ശേഷം നമ്മൾ ആ സ്റ്റെപ്പ് വഴിയാണ് നമ്മൾ നെക്സ്റ്റ് പ്രെയർ ഹാളിലോട്ട് പോകുന്നത്. ഇതാണ് പ്രെയർ ഏരിയയിലോട്ടുള്ള വഴി. ഇതിൽ വളരെ മനോഹരമായിട്ടാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. മണി, ആ ലൈറ്റ് സെറ്റ് എല്ലാം നല്ലൊരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ അവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നടുക്കൊരു പ്രെയർ ഏരിയ ഉണ്ട്, ഒരു സിറ്റിംഗ് ഏരിയ ഉണ്ട് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട്. ചുറ്റിനും എല്ലാ ദൈവങ്ങളും ഇതിൽ നമുക്ക് കൂടുതൽ ഡെപ്തായിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. വീഡിയോ പറ്റുന്നിടത്രയും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സെൻട്രൽ പോർഷൻ്റെ സീലിംഗ് അവരൊരു താമര രീതിയിലാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. വളരെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതിൻ്റെ ലൈറ്റ് സെറ്റിങ്ങും ആ ഒരു പെർഫെക്ഷനും എല്ലാം ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ആ ഒരു സീലിംഗ് പോർഷനാണ്. അതിന് നേരെ താഴെയായിട്ട് എല്ലാവർക്കും ഒന്നിച്ച് ഇരിക്കാനുള്ള സൗകര്യം അവർ ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ ഇരിക്കുന്നതിന് ചുറ്റിനുമായിട്ടാണ് എല്ലാ ദൈവങ്ങളെയും പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. കുറേ ഒട്ടുമിക്ക എല്ലാ ദൈവങ്ങളും ഉണ്ട്. ഏറ്റവും നടുക്കായിട്ട് ഇരിക്കുന്നത് ശിവന്, പാർവതി, ഗണപതി, മുരുകനാണ്. അവിടെ ഇരുന്നതിന് ശേഷമാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയത്. ഞാൻ പറഞ്ഞില്ല എനിക്ക് ഷോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി വരുന്നവർ ശ്രദ്ധിക്കുക, ഷോളൊക്കെ ഇട്ട് കവർ ചെയ്ത് വരിക. പിന്നെ ഞങ്ങൾ അതിന് ശേഷം ഈ സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് പോയി. താഴെ പ്രസാദം കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പ്രസാദമൊക്കെ മേടിച്ചതിന് ശേഷമാണ്, ഒരു കൗണ്ടർ ഉണ്ടായിരുന്നു പ്രസാദത്തിന്, അത് മേടിച്ചതിന് ശേഷമാണ് പോയത്. ഒരു മധുരമുള്ളൊരു പ്രസാദമായിരുന്നു അത്. തൻ്റെ ഹിന്ദു ടെമ്പിൾ നമ്മൾ കണ്ടു, ഇറങ്ങി. നമ്മൾ കണ്ടിറങ്ങി. എങ്ങനെയുണ്ടായിരുന്നു നമ്മൾ അമ്പലം തൊഴുതിട്ട്? നാട്ടിലെ നമ്മുടെ അമ്പലത്തിന്റെ ഫീലൊന്നുമില്ല. ബട്ട് എല്ലാ ദൈവങ്ങളെല്ലാം ഉണ്ട്. കുറെ പേര്, മൂകാംബിക ദേവി ഉൾപ്പെടെ, ഗുരുവായൂരപ്പൻ ഉൾപ്പെടെ ഉണ്ട്. ആ ഒരു നമ്മുടെ അമ്പലത്തിലെ പ്രതിഷ്ഠ ആ ഒരു രീതിയൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല.
പക്ഷെ നമുക്ക് ഈ ആംബിയൻസ്, ചന്ദനത്തിന്റെ മണം, അങ്ങനത്തെ കാര്യങ്ങളുടെ പ്രസാദം, ആവിധ കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ട്. അല്ല നാട്ടിലെ അമ്പലത്തിന്റെ ആ ഒരു രീതിയിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല ഇവിടെ. പക്ഷെ കുറെ ആളുകളുണ്ട്. ഇപ്പൊ നമ്മുടെ ഓപ്പോസിറ്റ് ആണെങ്കിൽ ചർച്ച് ഉണ്ട്, പിന്നെ ഗുരുദ്വാരയുണ്ട്, അങ്ങനെ എല്ലാം. പിന്നെ എനിക്കൊന്ന് കുറച്ചുകൂടെ പള്ളിയും കാണും, മോസ്ക്, എല്ലാ കാര്യങ്ങളും ഇവിടെ അടുത്തുണ്ട്. അപ്പൊ എല്ലാ ജാതിയും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും ഒരേപോലെ വരാൻ പറ്റുന്ന ഒരു പീസ്ഫുൾ ഏരിയ, അങ്ങനെ നമുക്ക് പറയാം. ഞങ്ങള് ഇപ്പൊ അവിടുന്ന് തൊഴുത് കണ്ടിറങ്ങി. ഇനി ഞങ്ങള് അടുത്ത നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? വീട്ടിലല്ല, അടുത്ത് നമ്മള് ബർദുബായ്. ഇതില് തന്നെ ഞാൻ പറഞ്ഞില്ലേ, ആദ്യം ബർദുബായിലായിരുന്നു പ്രതിഷ്ഠകളെല്ലാം ഉണ്ടായിരുന്നു. ഈ പ്രതിഷ്ഠകളെല്ലാം ബർദുബായിൽ ഉണ്ടായിരുന്നു പറഞ്ഞത്. അതിനുശേഷം ആണ് എല്ലാം ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എന്നിട്ട് ഇപ്പൊ ബർദുബായില് ഞങ്ങള് ലാസ്റ്റ് വീക്ക് പോയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് വീക്ക് അല്ല, 2 ആഴ്ച മുമ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ കൃഷ്ണന്റെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ എനിക്കൊന്നും ഇതിലേയും കാട്ടിയിട്ടും കുറച്ചുകൂടെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് അവിടുത്തെയാണ് അല്ലേ? കുറച്ചുകൂടെ നമുക്ക് ഫീൽ ചെയ്യുന്നത് അവിടുത്തെയാണ്. സോ എന്തായാലും ഇവിടെ വന്നല്ലേ, ഇനി അവിടെ കൂടെ പോയിട്ട് നമുക്ക് അവിടുത്തെ കാഴ്ചകളോടെ കാണാം. അങ്ങനെ വണ്ടിയിലിരുന്ന് സൺസെറ്റൊക്കെ കണ്ട് നമ്മൾ അവസാനം ബർദുബായ് അമ്പലത്തിലെത്തി. ഇത് നമ്മുടെ നാട്ടിലെ അമ്പലത്തിൽ പോകുന്ന പോലെ തന്നെ ഈ നടന്നു പോകുന്ന വഴികളിലെല്ലാം കുഞ്ഞു കുഞ്ഞു കുറേ കടകളുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ പൂജാമുറിയിൽ തൂക്കിയിടാൻ പറ്റുന്ന തരത്തിലുള്ള മാല, പിന്നെ കുഞ്ഞു കുഞ്ഞു ദൈവങ്ങളുടെ കുഞ്ഞു വിഗ്രഹങ്ങൾ, നമ്മുടെ കാറിൽ വണ്ടിയിൽ വെക്കാൻ പറ്റുന്നത്, വീട്ടിലെ പൂജാമുറിയിൽ വെക്കാൻ പറ്റുന്ന വിഗ്രഹങ്ങൾ, മണി, കുപ്പിവളകളൊക്കെ ഉണ്ടായിരുന്നു ഈ കൂട്ടത്തിൽ. പിന്നെ മൈലാഞ്ചി, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. തുളസീൻ്റെ ചെടി, കറ്റാർ വാഴ, എല്ലാം കുറേ സാധനങ്ങൾ. പിന്നെ കുഞ്ഞ് നമ്മുടെ പൂജാമുറിയൊക്കെ ഉണ്ടല്ലോ, നാട്ടിലെ വീട്ടിലൊക്കെ വെക്കുന്ന കുഞ്ഞു പൂജാമുറികൾ ഉണ്ടായിരുന്നു. ചന്ദനത്തിരികളുണ്ടായിരുന്നു, ചെടികളുണ്ടായിരുന്നു, ദൈവങ്ങളുടെ ഫോട്ടോ, അങ്ങനെ കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ മയിൽപ്പീലി, നമ്മുടെ നാട്ടിലെ അമ്പലങ്ങളെല്ലാത്തിലും പൂമാലകളുടെയൊക്കെ കട കാണുമല്ലോ, അതെല്ലാം ഉണ്ടായിരുന്നു. ചരടുകളുണ്ടായിരുന്നു, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബർദുബായിലെ അമ്പലത്തിൽ തൊഴുതു. അവിടെ കൃഷ്ണൻ്റെ പ്രതിഷ്ഠയായിരുന്നു. അവിടെ നമുക്കൊരു പ്രസാദം കിട്ടി. ഒരു എന്താണെന്ന് എനിക്ക് പേര് പറയാൻ അറിയില്ല, ഒരു കുഞ്ഞു മധുരമുള്ള ഒരു സാധനം, പിന്നെ മുറുക്കോ അങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങൾ കിട്ടി. അതിനുശേഷം നമ്മൾ അതിന് ചുറ്റും കടകളൊക്കെ കാണാൻ വേണ്ടി ഒന്ന് നടന്നിരുന്നു. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഈ പൂജാ റൂമിൻ്റെ സാധനം. പിന്നെ ഉടയാടയൊക്കെ കിട്ടുമല്ലോ നമ്മുടെ അമ്പലങ്ങളിൽ, അതേപോലുള്ള കുറേ കടകളുണ്ടായിരുന്നു. നാട്ടിലെ അമ്പലം പോലെ തന്നെ കുഞ്ഞു കുഞ്ഞു കുറേ കടകളുണ്ടായിരുന്നു. പായൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. ഞാനിവിടെ വന്നതിന് ശേഷം ഈ കുഞ്ഞു പായൊക്കെ ഇവിടെയൊക്കെ കാണുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ പായുണ്ട്, മയിൽപ്പീലിയുണ്ട്. അപ്പം നാടിനെ കൂടുതൽ മിസ് ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു ബർദുബായിലെ ടെമ്പിളിൽ വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ നാട്ടിലെ അമ്പലത്തിൽ പളനിയിൽ പോയത് എനിക്ക് ഓർമ്മ വന്നു. ഞാൻ പണ്ട് പളനി പോയതൊക്കെ എനിക്ക് ഓർമ്മ വന്നു. ഈ മൺചട്ടികളൊക്കെ ഇരിക്കുന്നതാണ്, നല്ല രസമാണ്. എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് ഫീൽ ചെയ്തു. ഈ നട അടയ്ക്കാറായ സമയത്തായിരുന്നു നമ്മൾ വന്നിരുന്നത്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തൊഴുതിറങ്ങേണ്ടി വന്നു. അകത്ത് ക്യാമറ അലൗഡ് അല്ലായിരുന്നു, അതുകൊണ്ട് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. മാക്സിമം കവർ ചെയ്യാൻ വരെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ദുബായിക്ക് ഏറ്റവും കൂടുതൽ ഭംഗി വരുന്നത് രാത്രി സമയത്ത് കാണാനാണ്. കാരണം നമുക്കറിയാം വലിയ വലിയ ബിൽഡിങ്ങുകളാണ് റോഡ് സൈഡിലെല്ലാം ഉള്ളത്. അപ്പോൾ അതിൻ്റെ ലൈറ്റും സ്ട്രീറ്റ് ലൈറ്റും വണ്ടി പോകുന്ന ലൈറ്റും എല്ലാം കൂടെ കാണുമ്പോഴത്തേക്കും രാവിലെ ഉച്ചയ്ക്കും കാണുന്നതിനെ വെച്ചിട്ട് ദുബായിക്ക് വേറൊരു മുഖം തന്നെയാണ് നമ്മൾ രാത്രി സമയത്ത് പുറത്തിറങ്ങാൻ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഭംഗിയെല്ലാം ആസ്വദിച്ചുകൊണ്ട് അമ്പലത്തിൽ കണ്ടു. ഇതിൻ്റെ എല്ലാ സന്തോഷത്തോടു കൂടി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോ ആയിരുന്നു, അതുകൊണ്ട് കുഞ്ഞു കുഞ്ഞു തെറ്റുകളും മിസ്റ്റേക്കുകളും ഒക്കെ ഇതിനകത്ത് കാണും. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മളിതെല്ലാം പരിഹരിക്കുന്നതായിരിക്കും. അതുവരെ ഇന്നത്തേക്ക് എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു, ഗുഡ് നൈറ്റ്.